حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ പ്രത്യേകം സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ചിലരോട് റബ്ബ് സുബ്ഹാനഹു തആലക്ക് പ്രത്യേകമായ ഇഷ്ടമുണ്ട് എന്ന് അള്ളാഹു തന്നെ നമ്മളെ അറിയിച്ച കാര്യമാണ്. അള്ളാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ ഇഹലോകത്തും പരലോകത്തും സംതൃപ്തിയും സമാധാനവും ഐശ്വര്യവുമുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കും. അയാളെ സംബന്ധിച്ച് പിന്നെ അയാളെ അലട്ടുന്ന ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുകയില്ല. അയാളെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന
പ്രയാസപ്പെടുത്തുന്ന യാതൊരു പരീക്ഷണവും പിന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. അള്ളാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം സ്വർഗത്തിലാണ് അവസാനിക്കുന്നത്. ദുനിയാവിലെ ആ സ്നേഹം സ്വർഗത്തിലാണ് എത്തുന്നത്. ആ സ്നേഹം അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇരട്ടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല സ്നേഹിക്കുന്നവരാവുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യമെന്ന് നമ്മൾ അറിയണം. നമ്മളെ റബ്ബ് സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെ റബ്ബ് സ്നേഹിക്കണമോ? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? ആ ഇഷ്ടം സമ്പാദിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മൾ ജീവിക്കുന്നതിന് എന്തിനാണ്? പടച്ചവന്റെ ഇഷ്ടം സമ്പാദിക്കാൻ. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെക്കാൾ വലിയ ഒരു ഇഷ്ടം വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. ദുനിയാവിലെ ഒന്നും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെക്കാൾ വലുതായി വിശ്വാസിക്ക് അവൻ്റെ മനസ്സിൽ സ്വാധീനം ഉണ്ടാവാൻ പാടില്ല. അവൻ്റെ കുടുംബമാവട്ടെ, അവൻ്റെ കച്ചവടമാകട്ടെ, അവൻ്റെ മക്കളാകട്ടെ, ബാക്കി എന്തു ദുന്യവിയായ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളൊന്നും റബ്ബിനോടുള്ള ഇഷ്ടത്തിൻ്റെ, റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കണമെന്ന മോഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പാടില്ല. അപ്പോൾ ഈമാനുള്ളവരായിട്ട് നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം. പടച്ചവൻ എന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹു എന്നെ സ്നേഹിക്കണം, ആ സ്നേഹം ആസ്വദിക്കാൻ എനിക്ക് കഴിയണം. ദുനിയാവിൽ തന്നെ ആ സ്നേഹം ആസ്വദിക്കാൻ നമുക്ക് കഴിയും. ആണ് ഞാൻ പറഞ്ഞത്, പടച്ചവൻ എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് അറിയും, എനിക്കത് മനസ്സിലാവും. എൻ്റെ ജീവിതത്തിൽ പിന്നെ ആവലാദികൾ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആവലാദികൾ പറയാത്ത ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ധാരാളം പ്രയാസങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. പക്ഷെ അവരുടെ മനസ്സിന് ഒരു ആവലാതിയില്ല, അവരുടെ മനസ്സിനൊരു പ്രശ്നവുമില്ല. അവരെപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയും. പടച്ചവനെ പറ്റിയിട്ട് നല്ലത് മാത്രം പറയാനും നല്ലത് മാത്രം ചിന്തിക്കാനും അവർക്ക് സാധിക്കുള്ളൂ. പടച്ചവൻ അവരെ സ്നേഹിച്ചു പോയി, അള്ളാഹ് അവരെ ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ അവരെ സംബന്ധിച്ച് പടച്ചവന് വെറുപ്പുള്ള ഒന്നും ഉണ്ടാക്കാൻ, ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, പറയാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനത്തെ ആളുകൾ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കിടയിൽ തന്നെ അത്തരം ആളുകളെ കാണാൻ പറ്റും. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 54-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹി ബിഖൗമിൻ. അല്ലയോ വിശ്വാസികളെ, അല്ലയോ വിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മതത്തിൽ നിന്ന്, അവന്റെ മതത്തിൽ നിന്ന് അഥവാ ദീനുൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി കഴിഞ്ഞാൽ, റിദ്ദത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, മതപരിത്യാഗമായാൽ, ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും ബോധപൂർവം അതിനെ ഉപേക്ഷിച്ച് പുറത്തുപോയി കഴിഞ്ഞാൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, പടച്ചോൻ പകരം വേറൊരു ജനതയെ കൊണ്ടുവരും. അള്ളാഹു വേറെ ജനതയെ കൊണ്ടുവരും. നിങ്ങൾ പോയാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രം. അല്ലാഹു പറയാ, നഷ്ടം നിങ്ങൾക്ക് മാത്രം. യുഹിബ്ബൂനഹും വയുഹിബ്ബൂനഹു. ആ കൊണ്ടുവരുന്ന ജനതയുടെ പ്രത്യേകത എന്താ? അള്ളാഹു അവരെയും സ്നേഹിക്കും, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കും. അങ്ങനത്തെ ഒരു ജനതയെ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ സവിശേഷതകളാണ് പിന്നെ എണ്ണി പറഞ്ഞ് പടച്ചു സ്നേഹിക്കുന്നവരുടെ സവിശേഷത. അള്ളാഹു സ്നേഹിക്കുന്നവരുടെ സവിശേഷത ഒന്നാമത്തത് അള്ളാഹ് എണ്ണിയതെന്താ? മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി. തന്റെ മതത്തിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായി കഴിഞ്ഞാൽ അവൻ അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു വെറുക്കുന്ന ഒരുത്തനെ അള്ളാഹ് ആദ്യം പറഞ്ഞു തരാ. അള്ളാഹ് ഏറ്റവും വെറുപ്പ് റബ്ബിനുള്ള ഒരുത്തനെ പറഞ്ഞു തന്നിട്ട് പറയാ, അവനക്ക് പകരം അള്ളാഹ് കൊണ്ടുവരും. അവന് പകരം അള്ളാഹ് വേറൊരു ജനതയെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവനെ സ്നേഹിക്കുന്ന, റബ്ബിനെ സ്നേഹിക്കുന്ന, റബ്ബിന്റെ സ്നേഹം തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു ജനതയെ റബ്ബ് സുബ്ഹാനഹു തആല കൊണ്ടുവരും. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള രിദ്ദത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ അത് നമ്മോട് പറയും. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ വിശ്വാസി ആദ്യം അവൻ ശ്രദ്ധിക്കേണ്ടത് നിഷേധത്തിലേക്ക് അവൻ പോകരുത്. നിഷേധത്തിലേക്ക്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന, വിദ്ദത്ത് സംഭവിക്കുന്ന ഒരു കാര്യവും അവനിൽ സംഭവിച്ചുകൂടാ.
നിഷേധം എന്ന് പറയുമ്പോൾ, കുഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ എന്താ? പടച്ചോനില്ല, റസൂലുള്ളാഹിയെ പ്രവാചകനായിട്ട് സ്വീകരിക്കൂല, നബിയായിട്ട് സ്വീകരിക്കൂല. മതത്തെ തിരസ്കരിക്കുന്ന, നിരാകരിക്കുന്ന ആളുകൾ, നിരീശ്വരവാദികൾ, നിർമ്മതവാദികളായ ആളുകളെയാണ് നമ്മൾ പിന്നെ കുഫർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അല്ല, സ്വന്തം വിശ്വാസമനുസരിച്ച് താൻ മുസ്ലിമാണ് എന്ന് വിചാരിക്കുകയും പക്ഷെ മതത്തിൽ നിന്ന് പുറത്തുപോയി കാഫറായി തീരുകയും ചെയ്യുന്ന ആളുകൾ, ഇസ്ലാം അങ്ങനത്തെ ആളുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം അങ്ങനത്തെ ആളുകളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ് പ്രത്യേകം പറഞ്ഞത് മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ, അതിൽ നിന്ന് മതഭ്രംഷ്ടനായിട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? വേറൊരു ടീമിനെ കൊണ്ടുവരും. അല്ലാഹ് അത് പ്രത്യേകം പറഞ്ഞത് എന്താ? പടച്ചവനക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ പോയാൽ. നമ്മൾ ആലോചിക്കുക, നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ എന്താണ്? നമ്മൾ അറിയാതെ, അറിഞ്ഞ് പടച്ചവനെ നിഷേധിച്ച് കുഫറിലേക്ക് പോകുന്നത് പോലെയല്ല. അത് ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ, കുഫറിൽ മരിക്കുക എന്നത് ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ അറിയാതെ അവൻ എന്ത് ചെയ്യും? മുർത്തദായി പോകും. മുർത്തദിനെ സംബന്ധിച്ച് നമുക്കറിയാം, കർമ്മശാസ്ത്രപരമായി റിദ്ദത്ത് രണ്ട് വിധമാണ്. ഒന്ന് റിദ്ദത്തുൽ ഖഫീ എന്ന് പറയും, ചെറിയ റിദ്ദത്ത്. ചെറിയ റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ, ഇസ്ലാം വിട്ടുപോയ അത്തരം ആളുകളെ കൊല്ലുകയില്ല. പിന്നെ രണ്ടാമത്തെ എന്താ? റിദ്ദത്ത് ശദീദാണ്, കഠിനമായിട്ടുള്ള റിദ്ദത്ത്. അത് സംഭവിച്ചാൽ അത്തരം ആളുകളെ വധിച്ചു കളയും. അതെന്താ? അത് ഇസ്ലാമിക രാഷ്ട്രവുമായി, സൈന്യവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട മുർത്തദ്ദുകളെ കൊന്നുകളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ കൊല ചെയ്യപ്പെട്ട മുർത്തദ്ദുണ്ട്, കൊല്ലാത്ത മുർത്തദ്ദുണ്ട്. റസൂലുള്ളാഹിന്റെ വഹി എഴുതിയിരുന്ന മുർത്തദ്ദായ മനുഷ്യൻ, റസൂലുള്ളാഹി വഹി വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പകർത്തി എഴുതിയിരുന്ന ഒരു മനുഷ്യൻ, വലിയ സ്ഥാനത്തിരുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഒരു ദിവസം പറയാൻ തുടങ്ങി, ഞാൻ എഴുതിയതല്ലാതെ മുഹമ്മദിന് വേറൊന്നും അറിയില്ല എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ മുർത്തദ്ദായി പോയ മനുഷ്യൻ, അയാൾ ആരും കൊന്നിട്ടില്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് കാണാം, അയാൾ ആരും കൊന്നിട്ടില്ല. മറിച്ച് അയാൾ മരിച്ചു പോവുകയും മറമാടം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ അയാളുടെ ഖബർ അയാളെ പുറത്തേക്ക് തള്ളി എന്ന് കാണാം. അത് ഹദീസുകളിൽ കാണാം. അപ്പൊ മുർത്തദ്ദുകളിൽ കൊല്ല ചെയ്യപ്പെടാത്ത മുർത്തദ്ദുണ്ട്. കാരണം എന്താ? ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട മുർത്തദ്ദല്ല. മുർത്തദ്ദുകളിൽ കൊന്നുകളയുന്ന മുർത്തദ്ദുകളുണ്ട്. അത് ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട മുർത്തദ്ദാണ്, റിദ്ദത്താണ്. അത്തരം ആളുകളെ കൊന്നുകളയും. അത്രക്കും ഗൗരവമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അത്തരം ആശയധാരകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഖുർആൻ ഹദീസും പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന ആളുകൾ ഉണ്ടാവും. അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, ഷഹാദത്ത് പുതുക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, റമദാനിൽ നോമ്പ് വെക്കുന്നവരാണ്. പക്ഷേ പല ചിന്തകളോടുകൂടി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട്, ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, ഹദീസുകൾ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഖുർആൻ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ എൻ്റെ ബുദ്ധിക്ക് യോജിക്കൂല, പ്രത്യേകിച്ച് ഗൈബിയായ കാര്യങ്ങൾ, നമ്മളെ സംബന്ധിച്ച് ഗൈബിയായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, നമ്മളെ ബുദ്ധിക്ക് പ്രവേശിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അത് ഖുർആൻ ഹദീസും പറഞ്ഞെന്നാൽ അതങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. ഇപ്പൊ ആളുകളുടെ സ്വഭാവം എന്താ? അത്തരം അവിശ്വസനീയം എന്ന് പറയാവുന്ന കഥകൾ ഹദീസിൽ നിന്ന് തേടിയെടുത്തിട്ട് ആ ഹദീസിനെ നിഷേധിക്കാം. എന്നിട്ട് ആ ഹദീസ് കൊണ്ടുവന്ന മുഹദ്ദിസാരാണോ അദ്ദേഹത്തിന്റെ എല്ലാ ഹദീസും തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുക. പുതിയൊരു ട്രെൻഡാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. നിസ്കരിക്കണോനാണ് ഇത് ചെയ്യണത്. ഞാൻ പറഞ്ഞത്, ഞാൻ കാഫിറാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുത്തനല്ല, മറിച്ച് ഞാനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിമീങ്ങളെ പഴപ്പിക്കുന്ന ചിന്താഗതികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നോക്ക്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരു ദിവസം തൻ്റെ 300 ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിന്റെ 300 ഭാര്യമാരുമായി, ചില റിവായത്തുകളിൽ 100 ഭാര്യമാരുമായി അദ്ദേഹം എന്ത് ചെയ്തു? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഈ ഹദീസ് കൊണ്ടുവരാം, എന്നിട്ട് ചോദിക്കാം, ഇത് ഇസ്ലാമിന് അപകീർത്തിയല്ലേ?
ഇത് ഇസ്ലാമിന് അപകീർത്തിയല്ലേ? ചോദിക്കാണ് ആളുകൾ. എന്നിട്ട് ഈ ഹദീസ് കൊണ്ടുവന്നതാരാ? ഇമാം ബുഖാരിയാണ്, ഇമാം മുസ്ലിമാണ്. എങ്കിൽ അയാളുടെ ഹദീസുകൾ എങ്ങനെ സ്വീകരിക്കും എന്ന് പരസ്യമായി വഅള് പറയുന്ന ആളുകൾ. ഞാൻ പറഞ്ഞ രിദ്ദത്ത് കടന്നു വരാൻ, മതത്തിൽ നിന്ന് മുർത്തദ്ദായി പോകാൻ, ഞാൻ അള്ളാഹുവിനെ അവിശ്വസിക്കുന്നു, പടച്ചവനില്ല എന്ന് പറയണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനല്ല എന്ന് പ്രഖ്യാപിക്കണമെന്നില്ല. ഇസ്ലാം മതമല്ല, സത്യമതമല്ല എന്ന് പറയണമെന്നില്ല. ഇതൊക്കെ പടച്ചവൻ അംഗീകരിച്ചിട്ട് റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ എന്ന് പ്രഖ്യാപിച്ചിട്ട് തന്നെ മുർത്തദ്ദായി പോകും ഈ ചിന്താഗതികൾ ഉണ്ടെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ സുലൈമാൻ നബിന്റെ കഥ? സുലൈമാൻ നബിന്റെ മുഅ്ജിസത്താണത്. സുലൈമാൻ നബിന്റെ മുഅ്ജിസത്ത്, അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് ശേഷം ആർക്കും കൊടുക്കാത്ത മുഅ്ജിസത്ത് നമ്മൾ എന്തിനാ ചർച്ചയാക്കുന്നത്? നമ്മൾ അതിനെ കൊണ്ടുവന്ന് വഷളാക്കുന്നത് എന്തിനാ? സുലൈമാൻ നബിക്ക് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തു. ആ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കരുത്തുണ്ടായി. ആ ഹദീസിൽ കൊണ്ടുവരാം. അവിടെ എന്താ? ഒരു സെക്ഷൽ എലമെന്റ് ഉണ്ട്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ വൃത്തികേടാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിലും അബദ്ധം എന്ന് പറയാം. യുക്തിപരമായി നോക്കിയാൽ സുലൈമാൻ നബി കാറ്റിന്റെ മേലെ സഞ്ചരിച്ചു എന്നാണ്. കാറ്റിനെ വാഹനമാക്കി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇത് കേവല ബുദ്ധിക്ക് നിരക്കണാണോ? കേവല ബുദ്ധിക്ക് നിരക്കുന്നതാണോ? കാറ്റ് പോകുമ്പോൾ അതിലൂടെ ഒരു മനുഷ്യൻ അതിന്റെ മുകളിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. പക്ഷേ അത് മുഅ്ജിസത്താണ്. പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതമായി അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന അത്ഭുതമാണ്. അങ്ങനെ വിചാരിക്കാതെ നിഷേധത്തിന്റെ ഭാഗമായി നടക്കുക. ചില ആളുകൾ വിശുദ്ധ ഖുർആൻ എന്താണോ നമ്മളോട് അഭയം തേടാൻ പറഞ്ഞ കാര്യം, വിശുദ്ധ ഖുർആൻ എന്താണോ നമ്മളോട് അഭയം തേടാൻ പറഞ്ഞ കാര്യം, ആ കാര്യം നിഷേധിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. ആ കാര്യത്തെ നിഷേധിച്ച് കളയുന്ന ആളുകൾ. ഞാനൊരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. നിങ്ങൾ നോക്കിക്കോ, സകല തഫ്സീർ എടുത്ത് നോക്കിക്കോ. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിൽ നിന്ന് ഞങ്ങളോട് സംരക്ഷിക്കണേ. അല്ലാഹു നമുക്കൊരു ദുആ പഠിപ്പിച്ചു. എന്താ ദുആ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പുലരിയുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്. നീ എന്തിനൊക്കെ പടച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം ഷർറിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അപ്പൊ ഒരാൾ പറയാ, പടച്ചവൻ സൃഷ്ടിച്ച എല്ലാത്തിൽ നിന്നും ഷർറുണ്ടാവൂല, ഈ പ്രാർത്ഥന അബദ്ധാണ് എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്കലാണ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രി ഇരുട്ടുമ്പോ അതിൽ നിന്ന് വരുന്ന ചില ഷർറുകളുണ്ട്. ആ ഷർറുകളിൽ നിന്ന് അഭയം തേടുന്നു. ഒരാൾ പറയാണ്, അങ്ങനെ ഒരു ഷർറില്ല, രാത്രിയിൽ ഒരു പ്രത്യേക ഷർറില്ല എന്ന് പറഞ്ഞാൽ ഖുർആനെ എതിർച്ചതിന് തുല്യമാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയപ്പെടുമ്പോ അവന്റെ ഷർറിൽ നിന്ന് നാഥ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന് തേടണം നല്ല പഠിപ്പിക്കുമ്പോൾ ഒരാൾ പറയാ, അങ്ങനെ അസൂയാലുവിന്റെ ഒരു ഷർറും എനിക്ക് ബാധിക്കൂല എന്ന് പറഞ്ഞാൽ ധിക്കാരമാണ്. അതുപോലത്തെ ധിക്കാരമാണ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്നവർ. അല്ലാഹു പറഞ്ഞു, കെട്ടുകളിൽ ഊതുന്നവർ ഷർറുണ്ടാക്കും. അല്ലാഹു ഉദ്ദേശിക്കുമ്പോഴാണ് ഈ ഷർറുണ്ടാവുക. ആ ഷർറുണ്ടാകുമ്പോ നിങ്ങൾ അതിൽ നിന്ന് അഭയം തേടണം. നമ്മൾ പറയാ മണ്ടത്തരമാണ്, അങ്ങനെ ഒരു ഷർറില്ല. എന്താ കെട്ടുകളിൽ ഊതുന്നവർ? ഉഖദിൽ ഊതുന്നവരാരാ? ഉഖദിൽ ഊതുന്നവർ സവാഹിർ എന്നാണ്. സാഹിർമാരാണ്, സിഹിർ ചെയ്യുന്നവരാണ്, മാരണക്കാരാണ്, ക്ഷുദ്രവിദ്യ നടത്തുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ അവരിൽ നിന്ന് അള്ളൊരു ഷർറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ ആയത്ത് ഓതിയാൽ മതി. ആ ഷർറ് മനുഷ്യന് പിന്നെ ബാധിക്കാൻ പോണില്ല. അപ്പൊ ആളുകൾ പറയാണ് അത് അന്ധവിശ്വാസമാണ്. അള്ളൊരു കാര്യം പറയാ,
അല്ലാഹ് പറയാ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഷർറുണ്ടാകും, നിങ്ങൾ ആ ഷർറിനെ പേടിക്കണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ആ ഷർറിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണം. അഭയം തേടാൻ പഠിപ്പിച്ച ഷർറ. ആ ഷർറ് ഇല്ലാന്നാ നമ്മൾ പറയുന്നത്. ആ ഷർറ് അന്ധവിശ്വാസമാണ്. ആ ഷർറ് അന്ധവിശ്വാസമാണ്. അല്ലാഹ് ഒരു കാര്യം പറയാ, നമ്മളത് അന്ധവിശ്വാസാക്കുക. അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചു തരാ, നമ്മളത് അന്ധവിശ്വാസാക്കുക. ഈ മനസ്സ് യുദ്ധത്തിലേക്ക് പോകും. ഞാൻ അത് പറഞ്ഞ ആളുകളൊക്കെ മുർത്തദ്ദെന്നല്ല പറഞ്ഞത്. ഈ ചിന്ത ഇത് നമ്മളെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹ് എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ബുദ്ധിക്ക് എൻ്റെ യുക്തിക്ക് തോന്നുന്നതേ ഞാൻ അംഗീകരിക്കൂ എന്ന ചിന്തയുണ്ടല്ലോ, വഴിപഴവിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുക, യുദ്ധത്തിൽ കൊണ്ടെത്തിക്കും. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മൾ മനസ്സിലാക്കിക്കോ, നമുക്കറിയാത്തൊക്കെ ഈ പ്രപഞ്ച സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാത്തത് ഈ പ്രപഞ്ചത്തെ പറ്റിപ്പോലും അതിൻ്റെ ഒരു 20% പോലും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും 5% പോലും ഈ പ്രപഞ്ചത്തെ പറ്റി നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. 5% പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ? പ്രപഞ്ചത്തെ പറ്റി പൂർണ്ണമായിട്ട് നമുക്ക് ഇനി ഒരു കാലത്തും പഠിക്കാൻ പറ്റൂല. എന്താ നമ്മളെ പ്രപഞ്ച വിജ്ഞാനം, ഫിസിക്സ് നമ്മൾ കുറെ പഠിച്ചപ്പോൾ ഫിസിക്സ് നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താ അറിയോ? ഒരിക്കലും പ്രപഞ്ചത്തെ പറ്റി പൂർണ്ണമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താ? പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചെത്തുമ്പോഴത്തേനും അത് വികസിച്ച് വേറെ തലത്തിലായിട്ടുണ്ടാവും. ഇതിൻ്റെ പരിപൂർണമായി ഇതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഇത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചം. പുതിയ പഠനമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ആലമു ഷഹാദയെ ദൃശ്യപ്രപഞ്ചത്തെ പറ്റി പോലും പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂല. ആ നമ്മളാണ് ഈ പ്രപഞ്ച സംവിധാനത്തിൽ അല്ലാഹ് നിശ്ചയിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ യുക്തിക്കനുസരിച്ചായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നതേ അല്ലാഹ് വെക്കാവൂ എന്ന് തീരുമാനിക്കുന്നത് ആരാ? മനസ്സിലാക്കാൻ അല്ലാഹ് കൊടുത്ത ഏരിയ ഉണ്ടല്ലോ പ്രപഞ്ച സംവിധാനത്തിന്റെ, അതിൻ്റെ 5% പോലും മനസ്സിലാവാത്തവൻ മനുഷ്യൻ, അവനാ തീരുമാനിക്കുന്നത്. ഇത് സ്വീകാര്യല്ല. ഒരാൾ പറയാ, സിഹിർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒരു വലിയ പണ്ഡിതൻ പഠിപ്പിച്ചു കൊടുക്കുക, സിഹിർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക? അല്ലാഹു അല്ലേ, നമുക്കറിയില്ല. നമുക്കറിയുന്ന സിസ്റ്റമല്ല അത്. നമുക്ക് അല്ലാഹു അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് അല്ലാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മളത് അന്വേഷിക്കാനും പാടില്ല. അതിന്റെ പിറകിൽ പോയാൽ വഴിപഴച്ചവനായിട്ടായിരിക്കും മരിക്കുക. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല, നമ്മളത് അന്വേഷിക്കാൻ പാടുണ്ടോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തതിന്റെ പിന്നിൽ നീ പോകരുത്. നിനക്കറിയാൻ പറ്റാത്ത, അറിവില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. ഇത് നമ്മൾ അന്വേഷിക്കരുത്. സാഹിറിന്റെ പുറകെ നമ്മൾ പോകരുത്. ഇത്തരം മാരണങ്ങളും ശൈത്താനീയത്തിന്റെയും പുറകെ പോകരുത്. അന്വേഷിച്ചു പോകരുത്. അതിന്റെ ശാസ്ത്രം, അതിന്റെ പ്രവർത്തനം, അതിന്റെ തഅസീർ എന്താണ് എന്ന് നമ്മൾ ചോദിക്കണ്ട. നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. അതിന്റെ പുറകെ നമ്മളൊരു ഇൻട്രസ്റ്റ് കൊടുത്താൽ വഴിപഴപ്പിച്ചു തരും നമ്മളെ. ഒരിക്കലും നമുക്ക് തിരിയാത്ത ലോകാണത്, മനസ്സിലാവാത്ത ലോകാണ്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ കഴിയാത്ത ലോകാണ്. നമുക്ക് എന്തേ പറ്റൂ? നമ്മളെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ഈ പഞ്ചേന്ദ്രിയത്തിന്റെ പുറത്ത്, പഞ്ചേന്ദ്രിയത്തിന്റെ ഈ അറിവിന്റെ പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അറിയുന്നില്ല. ആ നമ്മളാണ് അന്വേഷിച്ചാൽ വഴിപഴക്കുന്ന നിഗൂഢമായ അറിവുകളെ തേടിപ്പോകുന്നത്. ഒരു സത്യവിശ്വാസി ഒരിക്കലും നിഗൂഢമായ അറിവിനെ തേടിപ്പോകരുത്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത്, സിഹിറിനെ പറ്റി പഠിക്കാൻ നടക്കരുത്, ജിന്നിനെ പറ്റി പഠിക്കാൻ നടക്കരുത്, ശൈത്താനെ പറ്റിയിട്ട് അതിന്റെ രഹസ്യങ്ങൾ തേടി നടക്കരുത്, സ്വപ്ന വ്യാഖ്യാനങ്ങളെ പറ്റി രഹസ്യം തേടി നടക്കരുത്. തേടി നടന്നാൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ഇൽമും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന്റെ പേരിൽ നീ വഴികെട്ടവനായി പോവുകയും ചെയ്യും. ശൈത്താന് നിന്നെ വഴി പഴപ്പിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. നിനക്കെന്തറിയാം ജിന്നുകളെ പറ്റി? നിനക്കെന്തറിയാം മലക്കുകളെ പറ്റി? നിനക്കെന്തറിയാം സാഹിർമാരുടെ സിഹിറിന്റെ തഅസീറിനെ പറ്റിയിട്ട്? നിനക്കെന്തറിയാം കണ്ണേറിന്റെ പ്രവർത്തനത്തെ പറ്റി? നിനക്കെങ്ങനെ ഇത് പഠിക്കാൻ പറ്റുക? ഒരു വഹിയുള്ള ആൾ പറയാതെ ഒരു മനുഷ്യന് അറിയാൻ പറ്റാത്ത കാര്യം. അത്തരം കാര്യങ്ങൾ പഠിക്കരുത്, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കരുത്, അത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുത്.
അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ, വിശ്വാസി അന്വേഷിക്കാനേ പാടില്ലാത്ത കാര്യങ്ങൾ, ചിന്തിക്കാനേ പാടില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റി ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചവന്റെ സെൽഫിനെ പറ്റി, അള്ളാഹുവിന്റെ സത്തയെപ്പറ്റി, ദാത്തിനെ പറ്റി. അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് പാടുണ്ടോ? സംസാരിക്കാൻ നമുക്ക് പാടില്ല, നമുക്കറിയാൻ പറ്റില്ല, അന്വേഷണത്തിന് വിധേയമല്ല. അതാണ് അള്ളാഹുവിന്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഫക്കറു ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെ പറ്റി നീ ചിന്തിച്ചോ, വലാ തഫക്കറു ഫീ ദാത്തില്ല, പക്ഷെ പടച്ചവന്റെ ദാത്തിനെ പറ്റി നീ ചിന്തിക്കരുത്, സെൽഫിനെ പറ്റി ചിന്തിക്കരുത്. നിനക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അതുപോലത്തെ അതിന്റെ താഴെയുള്ള കാര്യങ്ങളുണ്ട്. ഈ പ്രപഞ്ച സംവിധാനത്തിൽ തന്നെ നിനക്കറിയാൻ പറ്റാത്ത കാര്യമുണ്ട്. എങ്ങനെയാണ് ഒരു അസൂയപ്പെടുമ്പോൾ നിനക്ക് ഷെറുണ്ടാവുന്നത് നിനക്കറിയില്ല. എങ്ങനെയാണ് ഒരു കണ്ണേറിലൂടെ നിനക്ക് ഷെറുണ്ടാവുന്നത് നിനക്കറിയില്ല. പക്ഷെ റസൂലുള്ള പറഞ്ഞു അൽ ഐനു ഹഖുൻ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നുണ പറയാത്ത, അബദ്ധം പറ്റാത്ത നാവിലൂടെ പറഞ്ഞു, അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണ്. നമ്മളും പറഞ്ഞു സത്യമാണ്. എങ്ങനെയാണ് കണ്ണേറ്? ഞങ്ങൾക്കറിയില്ല. അതെങ്ങനെയാണ് സംഭവിക്കുക? ഞങ്ങൾക്കത് അന്വേഷിക്കാൻ പാടില്ല. ഞങ്ങൾ അത് സത്യപ്പെടുത്തുന്നു. ഇതാണ് ഈമാൻ. ഇതാണ് ഈമാൻ. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടിലൊരുത്തൻ ഊതുമ്പോൾ എനിക്കെങ്ങനെ ഷെറുണ്ടാകുന്നു? അല്ലാഹു അലം, എനിക്കറിയില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സത്യപ്പെടുത്തുന്നു, അതുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ കലാം അത് പഠിപ്പിച്ചു. ഇനി അതുണ്ടെങ്കിൽ എന്താ? അങ്ങനെയാണ് ചില ആൾക്കാർ. ഉണ്ടെങ്കിൽ പേടി. എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? ഈമാന്റെ കുറവാണ് ആ പേടി. ശരിക്കും മനസ്സിലാക്കിക്കോ. നമുക്കൊരു പ്രയാസം ഉണ്ടാകും ശൈത്താനീന്ന്. നമുക്ക് എന്തെല്ലാം പ്രയാസം എന്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു. അതിനേക്കാൾ വലിയൊരു പേടി എന്തിനാണിത്? ഒരു മാരകമായ രോഗം നമുക്ക് ചുറ്റും, അത് പരത്താവുന്ന വൈറസുകൾ നമുക്ക് ചുറ്റുണ്ട്. അതിനിടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചില സെല്ലുകൾ, ഇപ്പൊ ക്യാൻസറിന്റെ സെല്ല് നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അത് ആക്റ്റീവ് ആകുമ്പോഴാണ് ക്യാൻസറായിട്ട് നമുക്ക് രോഗമായിട്ട് അത് മാറുന്നത് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പേടിച്ചടക്കണോ? അതിനെപ്പറ്റി ചിന്തിച്ചടക്കണോ? അതൊക്കെ അതിൻ്റെ ഒക്കെ മരുന്ന്, ഭൗതികമായ രോഗം, ഒരു വൈറസ് പരത്തുന്ന, ബാക്ടീരിയ പരത്തുന്ന ഏത് രോഗവും അതിൻ്റെ മരുന്ന് നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ മരുന്ന് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ നമ്മളെ ഏൽപ്പിച്ചു. പക്ഷേ ശൈത്താനിൽ നിന്നുണ്ടാകുന്ന പിന്നെ രോഗമോ, ശൈത്താനിൽ നിന്നുണ്ടാകുന്ന പ്രയാസമോ, ഷെറോ എന്താവട്ടെ, അതിൻ്റെ മരുന്ന് നമ്മൾ കണ്ടെത്തണോ? വേണ്ട. അതിൻ്റെ മരുന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചു. ഏതാ? സൂറത്തു നാസും സൂറത്തു ഫലഖും. അത് ഓതിയ തീരാത്ത ഒരു ഷെറ് അതിൽ നിന്നില്ല എന്ന് ഈമാൻ ഉണ്ടാകണം. അങ്ങനെ ഈമാൻ ഉണ്ടായാലേ അല്ലാഹു സുബ്ഹാനഹു തആല സ്നേഹിക്കുന്ന വിഭാഗത്തിലാകൂ. അല്ലാഹ് എന്തിന് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാത്തത്? ഇതൊക്കെ പഠിക്കാൻ പറ്റിയ ബുദ്ധി എന്താ നമുക്ക് തരാത്തത്? എന്താ തരാത്തത്? ഈ പദാർത്ഥ ലോകത്തെ പറ്റി പോലും പൂർണ്ണമായി പഠിക്കാനുള്ള ബുദ്ധി നമുക്കില്ല. എന്നിട്ട് നമ്മളറിയുന്ന, നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന, നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മാറ്ററിന്റെ പുറത്ത് വേറെന്തൊക്കെയോ മാറ്റർ ഉണ്ട്. നമ്മുടെ സമയത്തിന്റെ ഉപരിയായ സമയങ്ങളുണ്ട്. പുതിയ സമയ പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കണം. എന്താ? ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സമയം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ വ്യത്യസ്തമായ സമയങ്ങളുണ്ട്, വ്യത്യസ്ത ഡൈമെൻഷനുകളിലുള്ള സമയങ്ങളുണ്ട് എന്ന പഠനങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഊരാക്കുടുക്കാണ് ഈ പ്രപഞ്ചം തന്നെ മനുഷ്യനെ സംബന്ധിച്ച്. എന്നിട്ടാണ് അവൻ എന്ത് ചെയ്യാൻ പോകുന്നത്? അവൻ നേരെ അള്ളാഹു ഒരിക്കലും മനുഷ്യന് പഠിക്കാൻ പറ്റാത്ത ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച് ചില രഹസ്യങ്ങളുണ്ട്, നിഗൂഢതകളുണ്ട്. ആ നിഗൂഢതകൾക്ക് പുറകെ പോകുന്നു. അവന് നിഗൂഢത മനസ്സിലായില്ലെങ്കിൽ അവൻ നിഷേധിക്കും, അല്ലെങ്കിൽ ആ നിഗൂഢതയുടെ പുറകിൽ പോയി അവൻ അതിനെ വ്യാഖ്യാനിക്കും. രണ്ടും വഴിപിഴവാണ്. വിശ്വാസി മനസ്സിലാക്കിക്കോ, രണ്ടും വഴിപിഴവാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്താ? രിദ്ദത്തിൽ നിന്ന് അവൻ മാറിക്കണം. മതപരിത്യാഗം, അതിൽ നിന്ന് അവൻ മാറി നിൽക്കണം. മതവിരുദ്ധമായ ചിന്തകളിൽ നിന്ന് മാറിക്കണം. എന്ത് ഇസം സ്വാധീനിച്ചാലും ശരി, അവൻ അതിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവനെ പഠിപ്പിച്ച കാര്യം അതാണ്. ഇനിയും അള്ളാഹു സ്നേഹിക്കുന്നവരുടെ സവിശേഷതകൾ പറയുന്നുണ്ട്. അടുത്ത ഖുത്ബകളിൽ ഇൻഷാ അല്ലാഹ് നമുക്കതിനെപ്പറ്റി സൂചിപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ, അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവൻ്റെ മതത്തെ പഠിച്ച്, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അതിനെ ആചരിച്ച്, അവൻ പ്രതിഫലം നൽകുന്ന രൂപത്തിൽ അതിൻ്റെ ഉടമയാകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും, അല്ലാഹു വിലക്കിയ അന്വേഷണങ്ങളിൽ നിന്നും, അല്ലാഹു വിരോധിച്ച പഠനങ്ങളിൽ നിന്നും മാറി നിന്ന് വഴിപിഴക്കാത്ത, അല്ലാഹു
അതിനു വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദുനിയാവിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും പൂർണ്ണമായി മനസ്സിലാക്കാനും പറ്റും. ഈ ദുനിയാവിൽ, പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാനോ അറിയാനോ നമുക്ക് പറ്റുകയില്ല. ചിലത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പറ്റൂ. ചിലത് തീർത്തും നമുക്ക് അപ്രാപ്യമായിട്ടുള്ള പ്രാപഞ്ചിക വ്യവസ്ഥകൾ ഉണ്ടാകും. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതാണ്. നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിടികിട്ടാത്തതും പിടിതരാത്തതും ഉണ്ടാവും. അതിൻ്റെ പുറകെ പോകരുത്. ഖുർആനും ഹദീസും നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സത്യപ്പെടുത്തുക. അതിൻ്റെ അപ്പുറം പിന്നെ അതിനെപ്പറ്റി ചിന്തയില്ല, അതിനെപ്പറ്റി അന്വേഷണമില്ല, അതിനെപ്പറ്റി ഗവേഷണങ്ങളില്ല, ചോദ്യമില്ല. ആ ഗവേഷണവും ചോദ്യവും അന്വേഷണവും ഒക്കെ നമ്മളെ വഴിപഴപ്പിക്കും എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിക്കാൻ പോണതിൻ്റെ മുമ്പിൽ ആദ്യം പറഞ്ഞു വെച്ചത്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് ഇൽമില്ലാത്ത കാര്യത്തെപ്പറ്റി അതിൻ്റെ പുറകെ നീ കൂടരുത് എന്നുള്ള പഠിപ്പിച്ചത്. നിനക്ക് ഇൽമ് ഒരിക്കലും കിട്ടാത്തതോ അതിൻ്റെ പുറകിലും കൂടാൻ പാടില്ല. ഇത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. ഒരു വിദ്യാർത്ഥി, ത്വാലിബുൽ ഇൽമ്, മതം പഠിക്കുന്ന ഒരാൾ ആദ്യമായി അവൻ സ്വീകരിക്കേണ്ട മാനസികാവസ്ഥ ഇതാണ്. എനിക്ക് അറിവെത്താത്ത കാര്യങ്ങൾ അതിൻ്റെ പുറകെ പോവില്ല, അതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല, അതിനെ ഗവേഷണം ചെയ്യില്ല, അതിനെപ്പറ്റി അന്വേഷിക്കില്ല എന്നവൻ ഉറപ്പിക്കണം. അല്ലെങ്കിൽ അവന് വഴികിട്ടും. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ദജ്ജാൽ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ആ സൃഷ്ടി നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ വഴങ്ങുന്നതല്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സമയം, അതിൻ്റെ കഴിവുകൾ, ഇതൊന്നും സാധാരണ നമുക്ക് മനുഷ്യന് സുപരിചിതമായിട്ടുള്ള കഴിവോ പ്രവർത്തനങ്ങളോ അല്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നു, മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമിസ് സാഅ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദം നബിനെ അല്ലാഹ് സൃഷ്ടിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ ദജ്ജാലിനേക്കാൾ വലിയ ഒരു സംഭവമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ആദം നബി മുതൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ A to Z എന്ന് നമ്മൾ പറയുമല്ലോ, അത് മുഴുവൻ എടുത്തു വെച്ചാൽ ദജ്ജാലിനേക്കാൾ വലിയ ഒരു സംഗതിയില്ല, അതിനേക്കാൾ വലിയ ഒരു കാര്യമില്ല എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങുന്നതല്ല സംഗതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ അത് വഴങ്ങില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നി ലഉൻദിറുകുമൂഹു, നിശ്ചയമായിട്ടും ഞാൻ അവനെപ്പറ്റി താക്കീത് നൽകുകയാണ്. മാ മിൻ നബിയിൻ ഇല്ലാ വഖദ് അൻദറഹു ഖൗമഹു, ഒരു നബിയുമില്ല അവനെപ്പറ്റി ആ നബിയുടെ ജനതക്ക് വിവരം അറിയിച്ചു കൊടുക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ അവനെപ്പറ്റി വിവരം അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ, നൂഹ് നബി അലൈഹി സ്വലാം അങ്ങോട്ട് തുടങ്ങിയാൽ മാനവിക സമൂഹത്തിന് പിന്നെ വന്ന എല്ലാ നബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വരാനിരിക്കുന്ന ആളാണ്. പക്ഷേ എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിന് ഈ ദജ്ജാലിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാണ് ദജ്ജാൽ? എന്താണ് ദജ്ജാൽ? ഞാൻ പറയുന്നത് നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത സാധനമാണ്. പക്ഷേ നമ്മൾ സത്യപ്പെടുത്തുന്നു. നമ്മുടെ മക്കൾ നമ്മുടേതാണ് എന്നതിനേക്കാൾ സത്യപ്പെടുത്തുന്നു. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ. അതിലും വലിയ സത്യമില്ല. ഇങ്ങനെ സ്വീകരിക്കണം. ഇൻഷാ അള്ളാഹ് മസീഹ് ദജ്ജാലുമായി ബന്ധപ്പെട്ട് ശരിയായ സോഴ്സിൽ നിന്ന് പഠിക്കണം. ധാരാളം കഥകളുണ്ടാവും. ശരിയായ കഥകൾക്കൊപ്പം തന്നെ കള്ളക്കഥകൾ തുന്നിച്ചേർത്ത് വെച്ചിട്ടുണ്ടാവും മസീഹ് ദജ്ജാലിനെ പറ്റി. അതുകൊണ്ട് ഒരു ഹദീസ് സ്വഹീഹാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടേ മസീഹ് ദജ്ജാൽ പോലത്തെ വിഷയങ്ങളിൽ നമ്മളൊരു നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ അത് വേണം. ഇൻഷാ അള്ളാഹ് വരുന്ന ഞായറാഴ്ച പ്രിയദർശിനി ഹാളിൽ വെച്ച്
ISM കാക്കനാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇസ്തിഖാമയിൽ ബഹുമാന്യനായ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി മസീഹ് ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് മസീഹ് ദജ്ജാൽ വരിക? റസൂലുള്ള കൃത്യമായിട്ട് പറഞ്ഞു, ലോകം മസീഹ് ദജ്ജാലിനെ പറ്റി സംസാരിക്കാതാവും. ലോകത്തൊരു മനുഷ്യനും മസീഹ് ദജ്ജാലിനെ പറ്റി പറയാതെ മറന്നുപോകും. അന്നാണ് മസീഹ് ദജ്ജാൽ വരിക. എന്നാണോ മിമ്പറുകളിൽ നിന്ന് മസീഹ് ദജ്ജാലിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അന്ന് വരെ അവൻ ബ്ലോക്കാണ്, അവൻ തടയപ്പെട്ടവനാണ്. മിമ്പറുകളിൽ മസീഹ് ദജ്ജാലിനെ പറ്റി പറയാതാകും. മനുഷ്യന്മാർ ദീനി ക്ലാസുകളിൽ മസീഹ് ദജ്ജാലിനെ പറ്റി പറയാതാകും. ആളുകൾ മസീഹ് ദജ്ജാലിനെ പറ്റി പറയുന്നതൊക്കെ പിന്നെ പ്രാകൃതമാണ് എന്ന് വിചാരിക്കും. പുതിയ ജനറേഷനെ സ്വീകരിക്കാൻ പറ്റാത്ത യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ദീനിനെ അളക്കുന്നവർക്കൊക്കെ ഒരു പരിഹാസ കഥാപാത്രമായ ഒരു മായാവി കഥയായിട്ട് തോന്നുന്ന ഈ മസീഹ് ദജ്ജാലിനെ പറ്റി ക്രമേണ ആളുകൾ സംസാരിക്കാതാവും. അന്ന് മസീഹ് ദജ്ജാൽ വരും. അപ്പോൾ മസീഹ് ദജ്ജാലിൽ വിശ്വസിക്കണമെങ്കിലോ നമ്മളെ തലച്ചോറിനെ മാറ്റിവെക്കണം, നമ്മുടെ ബുദ്ധിനെ മാറ്റിവെക്കണം. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? മസീഹ് ദജ്ജാലിനെ പറ്റി പഠിക്കാനുള്ള വിവരമൊന്നും ഈ തലച്ചോറിനില്ല. അത് നക്ഷത്രത്തെപ്പറ്റി പഠിച്ചോട്ടെ, ഗ്രഹങ്ങളെപ്പറ്റി പഠിച്ചോട്ടെ, ഗാലക്സികളെ പറ്റി പഠിച്ചോട്ടെ, മിൽക്കി വേനെ പറ്റി പഠിച്ചോട്ടെ. പക്ഷേ മസീഹ് ദജ്ജാലിനെ പറ്റി പഠിക്കാനുള്ള ഇൽമോ അതിനെപ്പറ്റി അന്വേഷിക്കാനുള്ള വിവരമോ ഈ തലച്ചോറിനില്ല, മനുഷ്യൻ്റെ തലച്ചോറിനില്ല. അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ അല്ലാഹു റസൂൽ എത്ര പറഞ്ഞു അത്ര, അതിൻ്റെ അപ്പുറമില്ല ഇപ്പുറമില്ല, കടക്കാതെ സ്വീകരിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല ആ രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4:30 പ്രിയദർശിനി ഹാളിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. 4:15 ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ പരിപാടി ആരംഭിക്കും. 4:30 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് 5 മണി ആവും എന്ന് വിചാരിക്കാറുണ്ട്. ഇല്ല, 4:15 ജമാഅത്ത് നമസ്കരിക്കാൻ അവിടെ എത്തിയാൽ കൃത്യമായി കേൾക്കാം. ഓരോ വാക്കും ഓരോ ഹദീസുകളും നമുക്ക് അളന്ന് മുറിച്ച് പഠിക്കാനുള്ളൊരു വിഷയമാണ് എന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 2 സഹോദരിമാർ മരണപ്പെട്ട വിവരം ഇവിടെ നമുക്ക് അറിയിപ്പ് വന്നിട്ടുണ്ട്. ആ മരണ അറിയിപ്പിൽ പരേതയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനും മഗ്ഫിറത്തിന് പ്രാർത്ഥിക്കാനും അപേക്ഷിക്കുന്നു എന്നാണ് കുടുംബങ്ങൾ അയച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, ഇങ്ങനെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. ഒരു നാട്ടിൽ ഒരു മയ്യത്ത്, ഒരാൾ മരണപ്പെട്ടു. അയാൾ മരിച്ചപ്പോൾ അയാൾക്കിടെ മയ്യത്ത് ആ നാട്ടുകാരൊക്കെ നമസ്കരിച്ചു. പിന്നെ വേറെ വേറെ നാട്ടുകളിലേക്ക് കത്തെഴുതി അവിടെയൊക്കെ അയാൾക്ക് മയ്യത്ത് നമസ്കരിപ്പിക്കുന്ന സിസ്റ്റം ഇസ്ലാമിക വിരുദ്ധമാണ്. അള്ളാഹു റസൂല് പഠിപ്പിച്ചതല്ല. ആകപ്പാട് നമ്മൾ നോക്കിയാൽ റസൂലുള്ള ഒന്ന് നമസ്കരിച്ചത് നജ്ജാശി രാജാവിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് നജ്ജാശി രാജാവിന് വേണ്ടി നിസ്കരിച്ചത്? അദ്ദേഹം പിന്നെ എത്യോപ്യയിലാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. രഹസ്യമായിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അവിടെ മുസ്ലിമീങ്ങളില്ല അദ്ദേഹത്തിന് മയ്യത്ത് നമസ്കരിക്കാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിക്ക് വഹീ കൊടുത്തു. റസൂലുള്ള സഹാബത്തിനെ കൂട്ടി, അടുത്ത പ്രദേശത്ത് നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു, നിസ്കരിക്കാം. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു മയ്യത്ത് മുസ്ലിങ്ങൾ ആരും നിസ്കരിക്കാത്ത ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് ഇവിടെ നിസ്കരിക്കാം. പക്ഷേ മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ നാട്ടുകളിലേക്ക് കത്തെഴുതി മയ്യത്ത് നമസ്കരിക്കുന്ന രീതി ശരിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, പള്ളി അടിച്ചു വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണാതായപ്പോൾ അവരെവിടെയെന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, കഴിഞ്ഞ രാത്രി അവർ മരണപ്പെട്ടു പോയി. അർദ്ധരാത്രി ആയതുകൊണ്ട് താങ്കളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഞങ്ങൾ അറിയിച്ചില്ല. റസൂലുള്ള പറഞ്ഞു, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അവർക്ക് കിട്ടണമായിരുന്നല്ലോ, അവരുടെ ഖബർ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ആ ഖബറിൻ്റെ അവിടെ പോയിട്ട് നിസ്കരിച്ചു. മുസ്ലിങ്ങൾ ജമാഅത്തായി മയ്യത്ത് നിസ്കരിച്ച മറ്റൊരു മയ്യത്തിന് റസൂലുള്ള നിസ്കരിച്ചാൽ അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ആരെങ്കിലും മയ്യത്ത് നമസ്കരിക്കാൻ വൈകിയാൽ എത്താൻ പറ്റിയില്ലെങ്കിൽ മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ മുന്നിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാം. ഇതല്ലാതെ ഒരു നാട്ടിൽ ഒരാൾ മരിക്കുന്നു, മുസ്ലിമീങ്ങൾ അവിടുത്തെ മുസ്ലിമീങ്ങൾ അയാൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു മയ്യത്ത്, അത് കഴിഞ്ഞിട്ട് എല്ലാ നാട്ടിലേക്കും കത്തെഴുതിയിട്ട് മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയുന്ന രീതി ഇസ്ലാമികമല്ല. അതുകൊണ്ട് ഇത്തരം രീതികളിൽ നമ്മൾ അവലംബിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ 2 സഹോദരിമാർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളിൽ അള്ളാഹു വെളിച്ചം നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഖബറുകളെ സുഗന്ധപൂരിതമാക്കുമാറാകട്ടെ. ആ മക്കളും ആ കുടുംബക്കാരും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ ഉമ്മമാരോടൊപ്പം ഒത്തുചേരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും
അള്ളാഹു ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ചേർക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളെ തൊട്ടും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച് അവനിഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ മരിച്ച് അവനിഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.